ഹലോ ഗായ്സ്, സുനു സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. സാമ്പാർ ഉണ്ടാക്കൽ സാധനങ്ങളാണ് ഇവിടെ വെച്ചത്. അതിൽ വെണ്ടയ്ക്ക മാത്രമില്ല കേട്ടോ. വെണ്ടയ്ക്ക ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്ക ഇല്ലാത്തൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കുമ്പളമുണ്ട്, കിഴങ്ങ്, ഉള്ളി, തക്കാളി, വഴുതനങ്ങ, മുരിങ്ങക്കായ ഇതെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് നമുക്കിത് സാമ്പാർ ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ഇല്ലാതെ വിചാരിച്ച ടേസ്റ്റ് കുറയൊന്നുമില്ല, പക്ഷേ വെണ്ടയ്ക്ക കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പരിപ്പ് കുക്കറിലൊരു 3 വിസിൽ വരുത്തണം. അത് വരുമ്പോഴത്തേന് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. അതിന് നാളികേരത്തിൽ കറിവേപ്പില, ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ വറുത്തെടുക്കാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ടില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ സാമ്പാർ ഇളക്കണ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് അതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. കല്യാണത്തിനൊക്കെ അല്ലേ സാമ്പാർ പോലെ ഉണ്ട് കണ്ടാൽ, അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടിക്കും കൂടിയും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇന്ന് ഈ സാമ്പാറിൻ്റെ വീഡിയോ യൂട്യൂബിലിടുന്നത്. കാരണം എന്താ വെച്ചാൽ ആ കുട്ടീൻ്റെ എല്ലാ വീഡിയോയും കാണാറുണ്ട്. അപ്പോൾ ആ കുട്ടീനോട് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ യൂട്യൂബിലിടും, അപ്പോൾ അതിൻ്റെ റെസിപ്പി കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറുത്ത് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇപ്പം നമ്മളെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ റെഡിയായി. ഇനി ചൂടാറാൻ വയ്ക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. എന്നിട്ടിപ്പോൾ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളൊക്കെ ഇടാം. മുരിങ്ങക്കായും തക്കാളി ഇപ്പിടണ്ട. ആദ്യം കിഴങ്ങ്, ഉള്ളി, കുമ്പളങ്ങ, വഴുതനങ്ങ അങ്ങനത്തെ കഷ്ണങ്ങൾ ഇടാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിലേക്ക് ഇടാം കേട്ടോ. ഞങ്ങളെ ക്ലിനിക്കിലേക്ക് വരുന്ന അമൃതമേടുണ്ട്. അമൃതമേടം യൂട്യൂബ് കാണുന്നത് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ യൂട്യൂബ് നോക്കാനൊന്നും മേഡത്തിന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അമൃതമേടത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് 1 വിസിൽ വരുത്താം. ഒറ്റ വിസിൽ വന്നാൽ മതി, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും. അത് വേകുമ്പോഴേക്കും നമുക്ക് ഈ നാളികേരം വറുത്തത് ചൂടാറിയിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാം. അമൃതമേടം എപ്പോഴും പറയേണ്ട അടുത്ത് കുക്കിംഗ് വീഡിയോ ഇടാൻ. മേഡത്തിന് ഫുഡ് ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ചേച്ചി ചെയ്യുമ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണം കേട്ടോ, ഫുഡ് പലതരം ഉണ്ടാക്കിയിട്ട് ഇടണം കേട്ടോ എന്നൊക്കെ പറയും. കാരണം എൻ്റെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ യൂട്യൂബിൽ. അപ്പോൾ ചില വീഡിയോ മാത്രമേ മേഡത്തിന് മിസ്സാവുള്ളൂ, കാരണം ടൈമില്ലാത്തപ്പോൾ. നാളികേരമൊക്കെ അരച്ച് അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു കേട്ടോ. ആവിയൊക്കെ പോയി കുക്കർ തുറന്നു. ഉടയാതെ കിട്ടണമെങ്കിൽ ഒറ്റ വിസിലേ വരാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച മുരിങ്ങക്കായും തക്കാളി ഇടും. ഇനി നമുക്ക് കുറച്ച് പുളി ഒഴിക്കണം. ഈ പുളി ഇത് എൻ്റെ അമ്മ കൊണ്ട് തന്നാട്ടോ എനിക്ക്. അത് കുരുവൊക്കെ കളഞ്ഞ് അമ്മ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടേ അതിന് കുരുവൊക്കെ കളഞ്ഞ് ഇടിച്ചൊക്കെ റെഡിയാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ഒഴിക്കലാണ് കറിയിൽ. കുറേ കറിയൊന്നുമില്ല, ഇത്തിരി കറിയിലുള്ളൂ. അപ്പോൾ ഇത്തിരി പുളി ഇട്ടാൽ പോരെ. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഒഴിക്കും. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് ഒഴിക്കുക ചെയ്യൽ. ഇതിന് പിന്നെ ഒരു വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വിസിൽ ആവാൻ സമയത്ത് നമ്മൾ ഓഫാക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ആവി പോയിട്ട് എടുക്കുമ്പോഴത്തേനും ഇത് കഷ്ണങ്ങളൊക്കെ പാകമാവും. അല്ലെങ്കിൽ ഈ തക്കാളി മുരിങ്ങക്കായൊക്കെ വിസിലും കൂടെ വരുമ്പോഴത്തേന് എന്താ വെച്ചാൽ നല്ല വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ വിസിൽ വരുന്നതിന് തൊട്ട് മുമ്പേ നമ്മൾ ഓഫാക്കിയിടുക. എന്നിട്ട് ആവി പോയിട്ട് തുറന്നിട്ട് നാളികേരം അരച്ച് വെച്ചത് അതിലൊഴിച്ച്, ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാതൊക്കെ ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് ചെറിയ ചൂടുവെള്ളം ആക്കിയിട്ട് അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് തിളപ്പിക്കുക ചെയ്യുക. നമ്മളെ കറിക്ക് ആവശ്യം അനുസരിച്ച് കേട്ടോ. നമുക്ക് കുറുകിയിട്ടാണ് കറി വേണ്ടത് വെച്ചാൽ
ഇനി വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് കുറച്ച് ലൂസ് വേണം, കറിക്ക് ഇഡ്ഡലിക്കൊക്കെ കൂട്ടാനുള്ളതല്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തിളയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കായപ്പൊടി ഇടാം. കായ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പൊടിയാണുള്ളത്. കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഉപ്പില്ലാന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കണം കേട്ടോ. ഇനി നമുക്കിത് വറുത്തിടാം. വറുത്തിടാൻ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ കടുകിടുക. കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ വറ്റൽമുളകൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് സാമ്പാറിലേക്കാണ്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മളെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും വെന്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ സാമ്പാർ. നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് ലൂസിൽ കിട്ടണം, എന്നാലുള്ള ഇഡ്ഡലിക്കൊക്കെ കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഇഡ്ഡലിയായി, ചമ്മന്തിയായി, ചായയായി, സാമ്പാറായി. അപ്പോൾ അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടോ. കുട്ടികളൊക്കെ ചായ കുടിക്കാൻ വേണ്ടി ധൃതി കൂട്ടുണ്ട് അവിടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്. ഞാൻ ചായ കുടിക്കാൻ പോവാം കേട്ടോ.